ആ തറവാട്ടിലെ തുളസിത്തറയ്ക്ക് മുന്നിൽ സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ അഞ്ജലിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 8 വർഷം മുൻപ് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നപ്പോൾ കണ്ട സ്വപ്നങ്ങളൊന്നും ഇന്ന് അവളുടെ കൂട്ടിനില്ല. ആ വലിയ വീടിന്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് അവളുടെ തേങ്ങലുകളല്ല, മറിച്ച് മറ്റൊരു വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ആരവങ്ങളാണ്. കുട്ടികളില്ലാത്ത തറവാടിന് എന്ത് ഐശ്വര്യമാണ് അഞ്ജലി ഉള്ളത്. മാധവന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. വർഷങ്ങളായി താൻ സഹിച്ച പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഒടുവിൽ മാധവൻ രണ്ടാമതൊരു വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. തൻ്റെ താലിമാലയ്ക്ക് മറ്റൊരു പങ്കാളിയെ സങ്കല്പിക്കാൻ പോലും അഞ്ജലിക്ക് കഴിയുന്നില്ല. ഭഗീരഥിയമ്മയുടെ ശാഠ്യത്തിന് മുന്നിൽ മാധവൻ മുട്ടുമടക്കിയപ്പോൾ അഞ്ജലി തോറ്റുപോയത് സ്വന്തം ജീവിതത്തോടായിരുന്നു. മാളവിക ആ വീട്ടിലേക്ക് കടന്നു വന്ന ദിവസം അഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരണവാർത്ത കേൾക്കുന്നതിന് തുല്യമായിരുന്നു. പട്ടുടയാടകളും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് മാളവിക പൂമുഖത്തിരിക്കുമ്പോൾ അഞ്ജലി അടുക്കളയുടെ ഇരുട്ടിലേക്ക് പിന്തള്ളപ്പെട്ടു. സൂര്യനുദിക്കുന്നതിന് മുൻപേ അഞ്ജലിയുടെ ദിവസം തുടങ്ങും. പണ്ടാ വീടിന്റെ ഐശ്വര്യമായി വിളക്ക് വെച്ചുണർന്നിരുന്നവൾ ഇന്ന് വെറുമൊരു വേലക്കാരിയെപ്പോലെ അടുക്കളപ്പുറത്തെ പണികളിൽ മുഴുകി. പുകയേറ്റ് നീറുന്ന കണ്ണുകളും അധ്വാനം കൊണ്ട് തളർന്ന ഉടലുമായി അവളൊരു യന്ത്രം പോലെ പണിയെടുത്തു. മാളവിക എത്തിയതോടെ വീടിന്റെ അന്തരീക്ഷം പാടെ മാറി. അഞ്ജലി നട്ടുനനച്ചു വളർത്തിയ മുല്ലയും ചെമ്പരത്തിയും വിരിഞ്ഞു നിൽക്കുന്ന മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും അവൾക്ക് വിലക്ക് വീണു. മച്ചി മുറ്റത്തിറങ്ങിയാൽ ചെടികൾ കരിഞ്ഞു പോകും, വീടിന്റെ ഐശ്വര്യം കെടും എന്ന ഭഗീരഥിയമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ തളർന്നുപോയി. പണ്ട് സ്നേഹത്തോടെ തന്നെ ഊട്ടിയിരുന്ന അതേ കൈകളാണ് ഇന്ന് ആഹാരം ഒരു പാത്രത്തിലേക്ക് ദൂരെ നിന്ന് ഇട്ടുതരുന്നത്. ഒരുതരം മാനസികമായ അയിത്തം ആ വീട്ടിൽ അവൾക്കായി കൽപ്പിക്കപ്പെട്ടു. ഊണുമുറിയിൽ മാധവനും മാളവികയും ചിരിച്ചുല്ലസിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ അഞ്ജലി അടുക്കളയുടെ ഇരുണ്ട കോണിൽ പഴങ്കഞ്ഞി കുടിച്ച് വിശപ്പടക്കി. തൻ്റെ ഭർത്താവിൻ്റെ തോളിൽ ചാരി നിൽക്കുന്ന മാളവികയെ ജനാലപ്പടിയിലൂടെ നോക്കുമ്പോൾ അവളുടെ നെഞ്ചിൽ കനലുകൾ എരിഞ്ഞു. മാധവേട്ട എന്നൊരു വട്ടം വിളിക്കാൻ അവൾ കൊതിച്ചു. പക്ഷെ ആ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. മാധവനാകട്ടെ അഞ്ജലിയുടെ സാന്നിധ്യം പോലും അറിയാത്ത വിധം മാളവികയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്നു. ഒരിക്കൽ പൂമുഖത്തെ നിലവിളക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ച അഞ്ജലിയെ ഭഗീരഥിയമ്മ പരസ്യമായി ശാസിച്ചു. നിന്റെ ഈ അശുദ്ധമായ കൈകൾ ആ വിളക്കിൽ തുടരുത്. ആചാരങ്ങളും മര്യാദകളും അറിയില്ലെങ്കിൽ അടുക്കളയിൽ ഒതുങ്ങിക്കൂടണം. തൻ്റെ അന്തസ്സും അഭിമാനവും ആ തറവാട്ടിലെ ചാണകം മെഴുകിയ തറയിൽ ചവിട്ടി മെതിക്കപ്പെടുന്നത് അഞ്ജലി വേദനയോടെ നോക്കി നിന്നു. സ്വന്തം വീട്ടിൽ ഒരു അനാഥയെപ്പോലെ ശബ്ദമില്ലാത്ത ഒരു നിഴലായി അവൾ മാറി. തറവാട്ടിലെ എല്ലാവരും നിശബ്ദരായിരുന്നപ്പോഴും അർജുൻ മാത്രം പ്രതികരിച്ചു. മാധവന്റെ അനിയനായ അർജുൻ വിദേശത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് താൻ ഏറെ ബഹുമാനിച്ചിരുന്ന ഏട്ടത്തിയുടെ ദയനീയാവസ്ഥയാണ്. ഒരു വൈകുന്നേരം ഭഗീരഥിയമ്മ അഞ്ജലി അധിക്ഷേപിക്കുന്നത് കേട്ടപ്പോൾ അർജുൻ പൊട്ടിത്തെറിച്ചു. അമ്മേ നിർത്തൂ, കുട്ടികളില്ലാത്തത് ഒരു സ്ത്രീയുടെ മാത്രം കുറ്റമല്ല. ഏട്ടൻ ചെയ്തത് വലിയൊരു അനീതിയാണ്. ഈ വീടിന്റെ ഐശ്വര്യം ഏട്ടത്തിയാണ്, അല്ലാതെ ഈ കാണുന്ന ആഡംബരമല്ല. അർജുൻ അഞ്ജലിയുടെ അരികിൽ ചെന്ന് നിന്നു. ഏട്ടത്തി, ഈ ക്രൂരത ഇനി സഹിക്കരുത്. ആരും സംരക്ഷിക്കാനില്ലെങ്കിൽ ഞാൻ ഏട്ടത്തിയെ സംരക്ഷിക്കും. ഏട്ടത്തി വിവാഹം കഴിക്കാൻ എനിക്ക് മടിയുമില്ല. അർജുന്റെ ആ പ്രഖ്യാപനം ആ തറവാടിനെ പിടിച്ചുലച്ചു. ഭഗീരഥിയമ്മ ആക്രോശിച്ചു. മാധവൻ അമ്പരന്നു. പക്ഷേ അഞ്ജലി നിശബ്ദയായിരുന്നു. അവളുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. അർജുന്റെ വാക്കുകൾ ആ വീട്ടിൽ ഒരു വലിയ സ്ഫോടനമാണ് ഉണ്ടാക്കിയത്. സ്നേഹത്തോടെ തന്നെ ചേർത്തണച്ച അനിയനെ പോലെയുള്ള അർജുന്റെ സംരക്ഷണം അഞ്ജലിക്ക് ഒരർത്ഥത്തിൽ ആശ്വാസമായെങ്കിലും ഭഗീരഥിയമ്മ അത് മറ്റൊരു ആയുധമാക്കി മാറ്റി. കണ്ടോ, തറവാട്ടിലെ ആണുങ്ങളെ വശീകരിക്കാൻ ഇവൾക്ക് വശപ്പിശകായ വിദ്യകൾ അറിയാം എന്നവർ നാട്ടുകാരോടും ബന്ധുക്കളോടും പറഞ്ഞു പരത്തി. തൻ്റെ വിശുദ്ധിയെപ്പോലും ചോദ്യം ചെയ്യുന്ന ആ വാക്കുകൾ കേട്ട് അഞ്ജലി തകർന്നുപോയി. പടിയിറങ്ങാൻ നേരമായി എന്നവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. മാളവികയാകട്ടെ ഈ അവസരം മുതലെടുത്ത് അഞ്ജലിയെ കൂടുതൽ അപമാനിച്ചു. അടുക്കള പണിക്ക് നിൽക്കുന്നവൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ല എന്നവൾ ഓരോ നിമിഷവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അഞ്ജലിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മാധവന്റെ പെരുമാറ്റമായിരുന്നു. മാളവികയുടെയും അമ്മയുടെയും മുന്നിൽ അഞ്ജലിയെ കാണാത്ത ഭാവം നടിക്കുന്ന മാധവൻ ആരുമില്ലാത്ത നേരത്ത് അവളുടെ അരികിലേക്ക് വരാൻ തുടങ്ങി. ഒരു ഉച്ച നേരം മാളവിക അയൽവക്കത്തെ വീട്ടിൽ പോയ സമയം നോക്കി മാധവൻ അടുക്കളയിലേക്ക് വന്നു.
അഞ്ജലിയുടെ കണ്ണുകളിലെ മ്ലാനത കണ്ടപ്പോൾ അയാൾ പഴയ സ്നേഹം നടിച്ചു. അഞ്ജലി, സങ്കടപ്പെടരുത്. അമ്മയും മാളവികയും പറയുന്നത് നീ അത്ര ഗൗരവമായി എടുക്കേണ്ട. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടൊന്നുമില്ല. അയാൾ അവളോട് തോളിൽ കൈവയ്ക്കാൻ തുനിഞ്ഞു. അഞ്ജലി വെട്ടിത്തിരിഞ്ഞ് അയാളെ നോക്കി. അവളുടെ കണ്ണുകളിൽ സ്നേഹത്തിന് പകരം ജ്വലിച്ചത് കടുത്ത പുച്ഛമായിരുന്നു. മാധവേട്ട, ഈ ഇരട്ടത്താപ്പ് എന്തിനാണ്? മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ശപിക്കാനും തള്ളിക്കളയാനും മടിയില്ലാത്ത നിങ്ങൾ ഈ ഇരുട്ടിന്റെ മറവിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ വരുന്നത് എന്നെ സഹായിക്കാനല്ല, മറിച്ച് അപമാനിക്കാനാണ്. പകൽ വെളിച്ചത്തിൽ സ്വന്തം ഭാര്യയായി അംഗീകരിക്കാൻ ധൈര്യമില്ലാത്ത നിങ്ങളുടെ ഈ കപട സ്നേഹം എനിക്ക് വേണ്ട. 10 പേരുടെ മുന്നിൽ എന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം മുതൽ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. അഞ്ജലിയുടെ ആ നിശ്ചയദാർഢ്യം മാധവനെ തളർത്തിക്കളഞ്ഞു. ഒന്നും മിണ്ടാനാവാതെ അയാൾ അവിടെ നിന്ന് പിൻവാങ്ങി. തൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി ആ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും തുടരാൻ കഴിയില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അർജുൻ്റെ പിന്തുണ അഞ്ജലിക്ക് വിനയായി മാറി. ഒരു ദിവസം ഭഗീരഥയമ്മ അവളെ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ തീരുമാനിച്ചു. എൻ്റെ മകൻ്റെ ഭാവി നശിപ്പിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നീ ഈ പടി കടന്ന് പൊയ്ക്കോണം. താൻ വർഷങ്ങളായി വിളക്ക് വെച്ച തുളസിത്തറയ്ക്ക് മുന്നിൽ അഞ്ജലി അവസാനമായി നിന്നു. ആ വീടിൻ്റെ ഓരോ തൂണിലും അവളുടെ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും ഗന്ധമുണ്ടായിരുന്നു. അവൾ തൻ്റെ ചെറിയ ബാഗുമായി പടിയിറങ്ങി. വാതിൽക്കൽ മാധവൻ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ മാളവികയുടെ തോളിൽ കൈചേർത്ത് വെച്ച് മറ്റെങ്ങോ നോക്കി നിന്നു. അയാളുടെ കണ്ണുകളിൽ അഞ്ജലിക്ക് വേണ്ടിയുള്ള ഒരു തുള്ളി കണ്ണീർ പോലും ഇല്ലായിരുന്നു. മുറ്റത്തെ പടി കടക്കുമ്പോൾ അഞ്ജലി ഒന്ന് തിരിഞ്ഞു നോക്കി. അർജുൻ ദൂരെ നിന്ന് കൈകൾ നീട്ടി അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുറച്ച് നിറ കണ്ണുകളോടെ അവൾ ആ വീടിൻ്റെ പടിയിറങ്ങി. ഒരു പുതിയ ലോകത്തേക്ക്, അവളുടേത് മാത്രമായ ഒരു ജീവിതത്തിലേക്ക്.